എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ നിൽക്കുന്നത് എന്താണ്, നേർച്ചപ്പാറ അതുപോലെ ചക്രാത്തുമല എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ്. അത് ഒരു മലയാണ്. ഇതിനെക്കുറിച്ചിട്ട് കൂടുതലായി ചരിത്രങ്ങളൊന്നും എനിക്കറിയില്ല. മുമ്പിൽ ഇതാ ഒരു കൊടിമരൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ മുഹീദ്ദീൻ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളുടെ പേരിലൊക്കെ മൗലിദ് പാരായണങ്ങൾ നടക്കാറുണ്ട്. ചില ആളുകളൊക്കെ വന്ന് ഇവിടെ ദിക്റുകളും സലാത്തുകളിലും മുഴുകാറുണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ ഇവിടെ വരുന്ന എൻ്റെ കൂട്ടുകാരനാണ് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അവനാണ് ആദ്യം എന്നെ എനിക്ക് ഈ സ്ഥലം ഉണ്ടെന്ന് പരിചയപ്പെടുത്തി തരുന്ന അവനാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വരുന്ന ആളുകൾക്ക് മനസ്സിൽ വല്ലാത്തൊരു ഫീലിംഗാണ്. നല്ല സന്തോഷവും ഫീലിങ്ങൊക്കെ അത് കിട്ടും. അത് ഈ മക്കാമുകളിലൊക്കെ നമ്മൾ സിയാറത്ത് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ഉണ്ടാകുന്നൊരു എനർജി ഫീലിംഗ് ഉണ്ടാവുമല്ലോ, അതൊരു വല്ലാത്ത ഫീലിംഗാണ്. അപ്പോൾ അതിവിടെ കിട്ടും. കാരണം ഇത് മഹാന്മാരൊക്കെ മുന്നേ ചെയ്തു വെച്ചിരുന്നതാണെന്ന് തോന്നുന്നു. ചരിത്രങ്ങൾ എനിക്കറിയില്ല. പിന്നെ ഇവിടുത്തെ കാണാനൊക്കെ നല്ല അടിപൊളി മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചകളാണ്. അങ്ങനെയാണ് പുതുമ. അതായത് നമുക്ക് വീണ്ടും വീണ്ടും ഇവിടുന്ന് ഇങ്ങോട്ട് വരാനും അതുപോലെ തന്നെ കുറേ നേരം ഇവിടെ സ്പെൻഡ് ചെയ്യാനൊക്കെ തോന്നും. കാരണം അങ്ങനെയാണ് ഇവിടുത്തെ സ്ഥലങ്ങൾ. ചില നമ്മളിപ്പോൾ ഈ കാടുകൾ അതല്ലെങ്കിൽ മലകൾ അവിടെയൊക്കെ പോകുമ്പോൾ നമ്മുടെ ഉള്ളിൽ തന്നെ പേടിണ്ടാവും. പക്ഷെ ഇവിടെ വന്ന് അങ്ങനെയല്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് പോരാൻ തോന്നുന്നു. അത്രയും നല്ലൊരു ഹാപ്പിനെസ് കിട്ടുന്നൊരു സ്ഥലമാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഇതിൻ്റെ മുകളിലാണ് കേട്ടോ, അവിടെ ഒരു സലാത്ത് മജ്‌ലിസ് പോലെ ഒരു സംഗതി ഇവിടെ കയറ്റിയിട്ടുണ്ട്. അപ്പം അത് നമുക്ക് അതിനുള്ളിൽ അകമൊന്നും നമുക്ക് ഏതായാലും ഷൂട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. പുറം ഭാഗമൊക്കെ നമുക്കൊന്ന് ഷൂട്ട് ചെയ്തിട്ട് ഇങ്ങനെ കാണിക്കാമെന്ന് മാത്രം. അങ്ങനെ അവിടെ പിന്നെ ഒരു കൊടിമരമുണ്ട്, താഴത്ത് നമ്മൾ കണ്ട അതേ ഒരു കൊടിമരമുണ്ട്. പിന്നെ ഈ മല കയറുന്നത് കുറച്ച് റിസ്ക് പിടിച്ച പരിപാടിയാണ്. അതുകൊണ്ടാണ് അവിടെ കമ്പിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളത് പിടിച്ച് കയറാൻ വേണ്ടിയിട്ട്. ഇറങ്ങുന്നതും റിസ്ക്കാണ്. കല്ലുകൾ ചില രീതിയിലൊക്കെ ഭയങ്കര ഇളകി നിൽക്കുന്നുണ്ട്. അപ്പോൾ മലയിൽ കയറുന്നത് ഇറങ്ങുന്നതും റിസ്ക്കാണ്. അപ്പോൾ സൂക്ഷിച്ച് വേണം ഇറങ്ങാനൊക്കെ. പിന്നെയെന്ന് പറഞ്ഞാൽ ജാതിമത ഭേദമന്യേ ആളുകൾ ഇവിടെ വരാറുണ്ട്. വിളക്കെങ്ങാനും കത്തിക്കലുണ്ട് ഇവിടെ. വിളക്ക് കത്തിക്കണ പരിപാടിയൊക്കെ ഉണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ ധാരാളം ആളുകൾ വരാറുണ്ട്. നമുക്ക് ഇവിടെ എന്ത് ദുആ ചെയ്താലും നടക്കുമെന്നുള്ളൊരു എന്ത് നമ്മളിവിടെ നിന്ന് ദുആ ചെയ്താലും ആഗ്രഹം നടക്കും എന്നുള്ളതാണ് ഇവിടുത്തെ വിശ്വാസം. അത് തന്നെയാണ് വിശ്വാസം. അപ്പം മഹാന്മാർ മുൻനിർത്തി നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ നടക്കും. പിന്നെ മലകൾ, കുന്നുകൾ, അതുപോലെ തന്നെ ഭയങ്കര രസകരമായ നല്ല കാഴ്ചകളാണ് ഇവിടെ. പിന്നെ പറയാനൊട്ടേറെ ഉണ്ട്. നമുക്ക് ഇവിടുത്തെ ചരിത്രങ്ങളോ കാര്യങ്ങളോ പൂർണ്ണമായി നമുക്ക് അറിയില്ല. അതിനെ കുറിച്ചിട്ട് നമ്മൾ ഒരു വീഡിയോ വേറെ ചെയ്യുന്നതാവും. ഇതിൻ്റെ ചരിത്രങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ ആളുകളോട് അന്വേഷിച്ചിട്ട് മറ്റൊരു വീഡിയോയിലേക്ക് നമ്മൾ കിടക്കുന്നതാവും. ഇപ്പം നമുക്കിതിൻ്റെ കാഴ്ചകളിലേക്കും മറ്റ് കാര്യങ്ങളിലേക്കൊക്കെ കിടക്കാം. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ. നമ്മൾ വീരാനോലിയ ബാവാൻ്റെ ഒരുപാട് ഇവിടെ പത്തായമുണ്ട്. അതൊക്കെ നമുക്ക് പോയിട്ട് ഷൂട്ട് ചെയ്യണം. ഇനി ഇപ്പോൾ നമ്മൾ ഈ കാഴ്ച എന്ന് പറഞ്ഞാൽ ഇവിടെ എന്ന് പറഞ്ഞാൽ മനസ്സിലൊരു കുളിർമയും ഉന്മേഷവും സമാധാനമൊക്കെ കിട്ടും. ഇവിടെ വന്നാൽ നമ്മളിപ്പോൾ പറ്റ മൂഡ് ഓഫായിട്ട് ഇവിടെ വന്നിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര എനർജി ഫീലിംഗാണ് ഇവിടെ. അത് ഈ മഹാന്മാരുടെ സാമീപ്യമുള്ള അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇവിടെ എന്തെങ്കിലും അവരെയൊക്കെ മുൻനിർത്തി ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മഹാന്മാരായിട്ടുള്ളൊരു ബന്ധം നമ്മൾ സ്ഥാപിക്കപ്പെട്ടാൽ ആ വഴിയിലൂടെ നമുക്ക് അള്ളാഹുവിലേക്ക് എത്തുക എന്നുള്ളൊരു ലക്ഷ്യമാവണം നമുക്ക് ജീവിതത്തിൽ മുഴുവൻ ഉണ്ടാവേണ്ടത്. ഇപ്പം നമ്മൾ എത്രയായി പണത്തിന് വേണ്ടി നമ്മൾ സമയം കണ്ടെത്തണം? നമ്മളെ മക്കൾക്ക് വേണ്ടി ഒരു നിമിഷമെങ്കിലും അള്ളാഹുവിലേക്ക് നമ്മളൊന്ന് തിരിഞ്ഞൂടെ? എങ്ങനെ തിരിയണം? അള്ളാഹു നമ്മുടെ റബ്ബിലേക്ക് നമ്മളെങ്ങനെ എടുക്കണം എന്നുള്ള ചിന്താഗതി അത് ഏതൊരു വ്യക്തികൾക്കും നിസ്സാരമായി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നൊരു സംഗതിയാണ്. ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ കേട്ടോ. നമുക്ക് പറയാത്ത മനോഹരമാക്കി പറയാൻ എനിക്ക് അവതരിപ്പിക്കാൻ അറിയാത്തത് കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. ഇപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ കാഴ്ചകളൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പിന്നെ എല്ലാവരും ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറയാണ്. കാരണം ചാനൽ ഇപ്പോൾ അടുത്താ തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന്. ഇവിടുത്തെ തുടങ്ങിയ ചാനലല്ലേ. ഇപ്പോൾ ഇവിടുത്തെ ഇപ്പോൾ ഇറങ്ങിപ്പോക്കും ഭയങ്കര റിസ്ക് തന്നെ കേട്ടോ. കല്ലുകളൊക്കെ ഇളകി കിടക്കുന്ന ഒരു സംഗതികളാണ്. അപ്പം അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. പിന്നെ അധികം നീട്ടിക്കൊണ്ടു പോകുന്നില്ല വീഡിയോ. എല്ലാവരും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ സന്ദർശിക്കുക. നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നടക്കും. അത് നമ്മൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ പോവുക, അള്ളാഹുവിനോട് നമ്മൾ ദുആ ചെയ്യുക, മഹാന്മാരെ മുൻനിർത്തി ദുആ ചെയ്താൽ എല്ലാം നടക്കും.
അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. അപ്പോൾ എല്ലാവരും ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ